ഇപ്പോൾ കഴിഞ്ഞ അസമിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ BJP വലിയ തോതിലുള്ള ഒരു വിജയമാണ് അവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് തൂത്തുവാരൽ എന്ന തരത്തിൽ തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതിൽ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് അവിടെ കോൺഗ്രസിന് അടിപതറി എന്നല്ല, തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്ന വ്യക്തമായ റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ട BJP തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. അതായത് കോൺഗ്രസ് എല്ലാ തരത്തിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥലത്ത് ഇപ്പോൾ BJP വലിയ തോതിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ ഏറെ തളർത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗൗരവ് ഗൊഗോയ് പരാജയപ്പെടുകയും 2026 അസം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയുമാണ് അസമിൽ സംഭവിച്ചിരിക്കുന്നത്. ഗൊഗോയ് കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ജോർഹട്ട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 16 മണ്ഡലങ്ങളിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് പോലും നേടാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളത് തികച്ചും നാണം കെട്ട ഒരു തോൽവിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു അസമിൽ എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് അസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മികച്ച ഒരു വിജയമെന്നല്ല, അത്യുഗ്രൻ വിജയമാണ് അവിടെ BJP നേടിയെടുത്തത്. അതേസമയം കോൺഗ്രസ് പ്രതിസന്ധിയിലായി മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പാർലമെന്റിലെ പ്രതിപക്ഷ ഉപനേതാവും ജോർഹട്ടിൽ നിന്നുള്ള സിറ്റിംഗ് പാർലമെന്റ് അംഗവുമായ ഗൗരവ് ഗൊഗോയ്ക്ക് ഈ വന്നിരിക്കുന്ന പഞ്ചായത്ത് റിസൾട്ട് വലിയ തോതിലുള്ള ഒരു ദുരന്തമായി, രാഷ്ട്രീയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. അതായത് ചൊവ്വാഴ്ച നടന്ന അസം ഗ്രാമീണ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി BJP വൻ വിജയം നേടിയിരിക്കുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. ചരിത്രപരമായി ഗൊഗോയ് കുടുംബത്തിന്റെ ശക്തി കേന്ദ്രമായി ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള 16 മണ്ഡലങ്ങളിൽ ഒരു ജില്ലാ പരിഷത്ത് സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ദയനീയമാണ്. അത് മാത്രമല്ല, തോൽവി വെറും സഖ്യപരമായ കാര്യമല്ല, പ്രതീകാത്മകമാണ്. അപ്പർ അസമിൽ ഗൊഗോയ് പാരമ്പര്യം ഒരിക്കൽ ഉയർത്തിപ്പിടിച്ച അടിത്തറയിലെ തന്നെ വലിയ തോതിലുള്ള ഒരു വിള്ളലാണ് അവിടെ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നത്. ജോർഹട്ട് വെറുമൊരു മണ്ഡലമല്ല, ഗൊഗോയ് കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 3 തവണ അസം മുഖ്യമന്ത്രിയും ഗൗരവിന്റെ പിതാവുമായ പരേതനായ തരുൺ ഗൊഗോയ് ഈ പ്രദേശത്തെ ജനങ്ങളുമായി ഒരു ശാശ്വത ബന്ധം സ്ഥാപിച്ചിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മകന്റെ നിലവിലെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം തകർന്നടിയുന്നതായിട്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലായിരിക്കുന്നത്. BJPയുടെ ഒരു കടന്നുകയറ്റമാണ് ഈ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെ. അതായത് BJP അവിടെ വലിയൊരു നേട്ടമുണ്ടാക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നു, അവിടെയാണ് ഇപ്പോൾ തൂത്തുവാരലിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. 2018 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോർഹട്ടിൽ കോൺഗ്രസ് താരതമ്യേന മികച്ച പ്രകടനമായിരുന്നു അവിടെ കാഴ്ചവെച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ വലിയ തോതിലുള്ള ഒരു സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നത് കോൺഗ്രസ്. ഇപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതായത് പ്രാദേശിക തരംഗമാണോ അതോ നേതൃത്വ പ്രതിസന്ധിയാണോ അവിടെ സംഭവിച്ചത് എന്നുള്ള തരത്തിൽ ഈ നിർണായക ജില്ലകളിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തിന് പ്രാദേശിക സാഹചര്യങ്ങളിലെ മാറ്റങ്ങളുടെ ഫലമായാണ് പറയാൻ കഴിയുക. അതായത് അടിസ്ഥാന ജനങ്ങളുമായുള്ള ഗൊഗോയുടെ ബന്ധത്തെയും പാർട്ടി പ്രവർത്തകരെയും വോട്ടർമാരെയും ഒരുപോലെ ആകർഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെയും ഇത് ചോദ്യം ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സാഹചര്യം എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം ജോർഹട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വ്യത്യസ്തമാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ ഈ നിമിഷം വളരെ വലിയ തോതിൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് വിജയം ആവർത്തിച്ചാൽ അസമിൽ ഞങ്ങൾക്ക് 100 സീറ്റുകൾ കൂടുതൽ ലഭിക്കുമെന്നാണ് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് തന്നെ, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത് തന്നെ. അതായത് പരമ്പരാഗത ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPയുടെ കടന്നുകയറ്റം, മുന്നേറ്റമാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പിന്തുണ നേടുന്നതിൽ കോൺഗ്രസിന് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. എന്നാൽ ഈ തോൽവി കോൺഗ്രസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. ഈ പരാജയം മൗലാന ബദ്രുദ്ദീൻ അജ്മലിന്റെ നേതൃത്വത്തിലുള്ള AUDFും മോശം പ്രകടനമാണ് അവിടെ ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കാലത്ത് വിശ്വസനീയമായ വോട്ട് ബാങ്കുകളായിരുന്ന ഈ മേഖലകളിൽ നിലയുറപ്പിക്കാൻ കഴിയാത്തത് ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ തേയില ഗോത്രങ്ങളും ഉൾപ്പെടെ എല്ലാ സമുദായങ്ങളിലും BJPയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയാണ് ഇത് തെളിയിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ അവിടെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം തകർന്നടിഞ്ഞു എന്നു മാത്രമല്ല, അസമിൽ BJPയുടെ ഒരു കടന്നുകയറ്റമാണ് ന്യൂനപക്ഷ മേഖലയിലും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തി
ശക്തി കേന്ദ്രങ്ങളിലും ഇപ്പോൾ അസമിൽ സംഭവിച്ചിരിക്കുന്നത്. 2026 തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സ്ഥലമാണ് അസമിൽ. അവിടെയാണ് BJPയുടെ ഒരു സുനാമി ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെ. അതും ഈ യുദ്ധസമയത്ത് തന്നെ അവിടെ BJPയുടെ ഒരു വമ്പൻ വിജയമായിരുന്നു അവിടെ നേടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് BJP സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയൊരു നേട്ടമായി തന്നെ കാണപ്പെടേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു തകർച്ചയല്ല, പരിപൂർണമായിട്ടുള്ള തകർന്നടിയലാണ് അസമിൽ ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്.